കേരളത്തിലെ PSC പരീക്ഷ എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ കാണും യഥാർത്ഥ പിൻവാതിൽ നിയമനം എന്താണെന്ന്. കേരള ഹൈക്കോടതിയിലെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി അഡ്വക്കേറ്റ് OM ശാലിനിയെ നിയമിച്ചു. ഏതു പരീക്ഷ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ? BJP സംസ്ഥാന നേതാവായിട്ടുള്ള MT രമേശിൻ്റെ ഭാര്യയാണെന്നുള്ള ഒറ്റ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലെ ഉന്നത പദവിയിലേക്ക് വനിത എന്നുള്ള നിലയ്ക്ക് നിയമിച്ചിരിക്കുകയാണ്. K. സുരേന്ദ്രൻ്റെ മകൻ യദുവിനെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ പിൻവാതിലൂടെ ഇൻ്റർവ്യൂ പോലും അറിയിക്കാതെ നിയമിക്കാം. അത് ഈ നാടിൻ്റെ രാജ്യസ്നേഹം. അമിത്ഷായുടെ മകൻ ജയ്ഷായെ BCCIയുടെ സെക്രട്ടറിയായിട്ട് നിയമിക്കാം, ICCIയിൽ നിയമിക്കാം. എന്താണ് യോഗ്യത? രാജ്യസ്നേഹം കൊണ്ട് അമിത്ഷായുടെ പുത്രനായി ഇപ്പോൾ MD രമേശിൻ്റെ ഭാര്യയെ കേരള ഹൈക്കോടതിയിൽ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് BJP സംസ്ഥാന നേതാവിൻ്റെ ഭാര്യയാണെന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു നിയമനം ലഭിച്ചിരിക്കുകയാണ്. ഈ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാരുകൾ അവരുടെ ഭാര്യമാരെ പിൻവാതിൽ നിയമനം നടത്തുന്നുണ്ട് എന്ന് ആക്ഷേപിക്കുന്നവരുടെ യഥാർത്ഥ മുഖമാണ്. അവർ യോഗ്യതാ പരീക്ഷ എഴുതുന്നുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ആ ഇൻ്റർവ്യൂവിൽ പ്രത്യേക പരിഗണന കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതങ്ങനെയൊന്നുമല്ല. ഇത് ഡയറക്റ്റായിട്ട് അങ്ങ് നൂലിൽ കെട്ടി ഇറക്കി കേരളത്തിലെ കോടതികളിൽ സംഘപരിവാർ വൽക്കരണം അതങ്ങ് വ്യാപിപ്പിക്കുകയാണ്. ഇവിടെ PSC പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്കൊന്നും ഒരു വിലയില്ല. അവരവിടെ നിൽക്കേണ്ടവരാണ്. ആദ്യം ഞാനും എൻ്റെ കുടുംബവും, ആ കുടുംബം കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവർ. ഈ അടുത്ത കാലത്ത് BJP സംസ്ഥാന നേതാക്കന്മാർ ഒന്നും ഒരു വാർഡ് മെമ്പർ പോലും ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു MLAയോ ജനപ്രതിനിധി പോലും ആയിട്ടില്ല. പക്ഷേ സകലരുടെയും സാമ്പത്തികമെടുത്ത് പരിശോധിച്ചാൽ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കോടാനുകോടിയുടെ സ്വത്തുണ്ടാകുമെന്നുള്ള ഒരു അത്ഭുത സിദ്ധാന്തമുണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ BJPയിൽ ചേർന്നാൽ അത്ഭുതമാണ് കുമിഞ്ഞുകൂടുന്ന സാമ്പത്തികം. അത് ചോട്ടാ നേതാക്കന്മാർ തൊട്ട് ബഡാ നേതാക്കന്മാരുടെ ഇന്നലകളിലെ പരിതസ്ഥിതിയും ഇന്നുകളിൽ അവർ ജീവിക്കുന്ന സാഹചര്യവും കൂടി ഒന്ന് പരിശോധിച്ചാൽ ഏവർക്കും മനസ്സിലാകും. പോരാത്തതിന് കേന്ദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമനങ്ങളും കോൺട്രാക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ BJP സംസ്ഥാന നേതാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം അവരെ ഗവർണർമാരായി നിയമിക്കുന്നുണ്ട്, അവർക്ക് പല പദവികൾ കിട്ടുന്നുണ്ട്. ആ പദവികളെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നില്ല. മാധ്യമങ്ങളിൽ വാർത്ത വന്നാൽ പോലും ഏതോ ഒരു OS ശാലിനിക്ക് നിയമനം ലഭിച്ചു എന്ന രീതിയിൽ. യഥാർത്ഥത്തിൽ പിൻവാതിൽ നിയമനവും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ, അഭിമുഖവുമില്ലാതെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ പോസ്റ്റിലേക്ക് ഒരാളെ നിയമിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള അഭിഭാഷകർക്ക് ആർക്കെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു? അതൊന്നുമില്ല. അതൊക്കെ ഞങ്ങളുടെ ഘർ വാപ്പസി എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോട്ടെ, തിരികെ കൊണ്ടുവരൂ എന്ന നിലയ്ക്ക് ഇതെല്ലാം അവർ പങ്കിട്ടെടുക്കുകയാണ്. കേരളത്തിലെ BJP നേതാക്കന്മാരുടെ പലരുടെയും മക്കളെ ഇതുപോലെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിച്ച നിരവധി BJP നേതാക്കന്മാരുമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിയമനം കൊടുക്കാമെന്ന നിലയ്ക്ക് വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വിവരങ്ങളും മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് OS ശാലിനി എന്ന വ്യക്തി. ഇവരുടെ യോഗ്യതയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 1999 അഭിഭാഷകയായി എൻറോൾ ചെയ്തത്. 2015 ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകയായി. BJP സർക്കാർ അധികാരത്തിൽ വന്ന് തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ പിടിപാട് നമുക്ക് വെളിവാകുന്നതാണ്. മൂന്നാം BJP സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ കേന്ദ്ര അഭിഭാഷക എന്നുള്ള നിലയിൽ നിന്ന് ഒറ്റയടിക്കാണ് ISRO റോക്കറ്റ് വിടും പോലെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ പോസ്റ്റിലേക്ക് അവരെ നിയമിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ഇനി കൈപ്പറ്റാം. ഇവിടെ PSC റാങ്ക് ലിസ്റ്റുകാർക്ക് വന്ന് വായ്ത്താരി ഇട്ടിട്ട് പോകുമ്പോൾ എന്ത് ആത്മാർത്ഥതയാണ് ഇതുപോലുള്ള നേതാക്കന്മാർക്കുള്ളത് എന്ന് തിരിച്ചു ചോദിക്കാൻ പറ്റുന്ന അവസ്ഥ. അതായത് സ്വന്തം ഭാര്യമാരെ പിൻവാതിൽ നിയമനമൊക്കെ നടത്തിയതിന് ശേഷം ബാക്കിയുള്ളവർക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന പലതിനെയും പിൻവാതിൽ നിയമനമായി ചിത്രീകരിക്കുന്ന BJP നേതാക്കന്മാർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് OS ശാലിനിക്ക് കിട്ടിയിരിക്കുന്ന പുതിയ പദവി തന്നെയാണ് ഉദാഹരണം. എത്രയോ പേർ ശാലിനിക്കൊപ്പം അഭിഭാഷകരായി എൻറോൾ ചെയ്തതാണ്. ഇവർക്ക് ആർക്കും കിട്ടാത്തൊരു നിയമനം എന്തുകൊണ്ട് OS ശാലിനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടില്ലെങ്കിലും BJPക്ക് വേണ്ടി വെള്ളം കോരിക്കൊണ്ട് നടക്കുന്ന MD രമേശിൻ്റെ ഭാര്യയായി എന്ന ഒറ്റ കാരണത്താൽ. ഇതുപോലുള്ള നഗ്നമായിട്ടുള്ള നിയമനങ്ങളെയാണ് യഥാർത്ഥത്തിൽ പിൻവാതിൽ നിയമനമെന്നും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിൽ നിയമിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. പക്ഷേ ബാക്കിയുള്ളതെല്ലാം മാധ്യമങ്ങളിലൂടെ ചിത്രീകരിക്കുകയും ഇത് മാധ്യമങ്ങളിലൂടെ ലഘൂകരിച്ച്
ഒരു വാർത്ത കൊടുക്കുന്ന രീതി കൂടി നാട്ടുകാർ കണ്ടിരിക്കേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കൂ, ഈ നാട്ടിൽ ഏറ്റവും വലിയ പിൻവാതിൽ നിയമനം നടത്തുന്നവർ ആരാണ് എന്നതിനെക്കുറിച്ച്.